എന്തെടുത്തിയല്ലേ? വരുന്ന വഴിയാ? കോളേജിൽ പൂട്ടിയോ? ഇല്ല. ഞാൻ അമ്മയെ വിളിക്കട്ടെ. അമ്മേ, ഇതാ എന്തെടുത്ത് വന്നിരിക്കുന്നു. മോളകത്തേക്ക് വരും. നീ പോയി ഇത്തിരി കാപ്പി ഇട്ടുകൊണ്ട് വാ. എത്ര നാളെന്ന് കരുതിയ ഞാൻ ഈ ഭാരമൊക്കെ കൂടി ചുമക്ക്. എനിക്കും വേണ്ടേ മോളെ കുറെ വിശ്രമമൊക്കെ. എല്ലാം പെട്ടെന്ന് വേണ്ടി വന്നു. ഇതിനൊക്കെ കാരണം നിന്റെ അച്ഛൻ തന്നെയാ. എടാ പുല്ലേ, നീ ആരാന്നാടാ നിന്റെ വിചാരം? പഠിപ്പോ മുഴുവനാക്കിയില്ല. പിന്നെ എന്റെ മകളെ ഒരു കൃഷിക്കാരന് കൊടുക്കുന്ന എനിക്കിഷ്ടവുമല്ല. ആലോചിച്ചാൽ നിനക്ക് തന്നെ അറിയാവുന്നുള്ളതേ ഉള്ളൂ. നീ അതിന് കൊള്ളില്ലെന്ന്. അമ്മാവന്റെ കാര്യം മാത്രം പറഞ്ഞാൽ എന്റെ കാര്യം തന്നെയാടാ പറയുന്നേ. നീയൊന്നും ഗുണം പിടിക്കില്ല എന്ന് എനിക്ക് പണ്ടേ അറിയാമായിരുന്നു. അതാണല്ലോ കാലുറയ്ക്കുന്നതിന് മുമ്പ് തന്തയെ കെട്ടിയെടുത്തത്. എന്റെ അച്ഛൻ മരിച്ചതേ അസുഖം വന്നിട്ടാ, അല്ലെ തൂങ്ങിച്ചെത്തോന്നുമല്ല. അതേടാ, എന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തതാ. അതെന്റെ കൊള്ളരുവായ്മ കൊണ്ടുവാ. അതേ ഞാനങ്ങ് സഹിച്ചു. അങ്ങനെയുള്ള കുടുംബമായിട്ട് നീ ബന്ധപ്പെടണ്ട കേട്ടോടി. മേലാൽ ഇവൻ ആ പഠിക്കാത്ത അല്ലല്ലോ പടി കയറാൻ കൊള്ളുകയല്ലോ. നിങ്ങളുടെ കൊള്ളരുവായ്മകൾ ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. എന്ത് പറഞ്ഞു? എല്ലാം നിന്നോട് പറയാൻ വേണ്ടിട്ടാ അന്നവൻ കോളേജിൽ വന്നത്. അവിടെ നീയും അവനെ കൂട്ടാക്കിയില്ല. നിന്റെ അവിടുത്തെ തിരക്കും മട്ടും കണ്ടപ്പോ അച്ഛനും മോളും കൂടെ ഒത്തിട്ടാന്നാ അവന് തോന്നിയത്. തിരിച്ചു വന്ന് എന്നോട് പറഞ്ഞു, ഇനി ആരെയും നോക്കണ്ട, അമ്മ വേറൊരു പെണ്ണിനെ നോക്കാൻ. എന്തൊക്കെയായാലും നീ എന്റെ കുട്ടിയാ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ആ പോട്ടെ, വരുമ്പോഴൊക്കെ നീ ഇവിടെ വരണം. എന്നെ നീ അമ്മയെ പോലെ കരുതണം.
ഇന്ദു 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 എന്താ ഇത്ര പെട്ടെന്ന്? എന്താ ആനുവൽ ലീവ് ആയോ നിനക്ക്? എന്താടി നിന്റെ നാ വാങ്ങിപ്പോയോ? ചോദിച്ചത് കേട്ടില്ലേ? കേട്ടില്ലേ? വന്നപ്പം മുതൽ ഒരു മോങ്ങല്. ഇവിടെ ആരെങ്കിലും ചത്തോ? ഇല്ല, അച്ഛനിനി അതുകൂടി കാണാൻ മോഹം ഉണ്ടാവും. എന്റെ അമ്മ ഈ മുറ്റത്ത് തൂങ്ങി മരിച്ചിട്ട് അച്ഛന്റെ മനസ്സ് മാറിയില്ല. പിന്നല്ലേ ഞാൻ. ഇന്ദു, നീ ആരോടാ സംസാരിക്കുന്നറിയാമോ? അറിയാം. സംസാരിച്ചിട്ടോ കരഞ്ഞിട്ടോ കാര്യമില്ലെന്നും അറിയാം. അച്ഛനെന്നും അച്ഛൻ മാത്രമായിരുന്നു വലുത്. സഹിക്കാവുന്നതിലേറെ ഞാൻ സഹിച്ചു. ഇനി എനിക്ക് വയ്യ. ഓ, നിന്റെ അമ്മ വിചാരിച്ചിട്ട് എന്നെ നന്നാക്കാൻ പറ്റിയില്ല. പിന്നല്ലേ നീ? നന്നാക്കണമെന്ന് എനിക്ക് ഉദ്ദേശമില്ല. നന്നാകാൻ പോണില്ലെന്നും എനിക്കറിയാം. അതിന്റെ തെളിവാണല്ലോ ആ നിൽക്കുന്ന സ്ത്രീ. ടീച്ചർ നാട്ടിപ്പോയില്ലേ? എന്തു പറ്റി ടീച്ചർ? യു ലുക്ക് സോ സാഡ്. കയറൂ ടീച്ചർ, ഞാൻ കൊണ്ടാക്കാം. പ്ലീസ് വിനോദ്, ലീവ് മീ അലോൺ. ബട്ട് വിനോദ്, പ്ലീസ് ലീവ് മീ അലോൺ. പ്ലീസ് കം ഇൻ. ഇരിക്കൂ ടീച്ചർ, ഇരിക്കൂ പ്ലീസ്.
ഫ്രോയിഡ് നല്ല പുസ്തകമാണ് ടീച്ചർ. ടീച്ചർ വായിച്ചിട്ടുണ്ടോ? ടീച്ചർക്ക് കഴിക്കാൻ എന്താ വേണ്ടത്? കാപ്പി, ചായ, തണുത്ത വല്ലതും? ചായ അടുത്തുനിന്ന് വാങ്ങിച്ച നല്ല ചായ. (1936) Alfa Romeo, twin cylinder. Books. King Lear, Shakespeare, Macmillan Press. വിനോദ്, ഞാനിവിടെ വരരുതായിരുന്നു. ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഇന്ദു, ഇന്നലെ വരെ ടീച്ചറെന്ന് മാത്രമേ ഞാൻ വിളിച്ചിട്ടുള്ളൂ. പക്ഷെ ഇന്ന് നമ്മൾ ടീച്ചറും സ്റ്റുഡൻറ്റുമല്ല. വി ആർ ലവേഴ്സ്. നമ്മൾ രണ്ടല്ല. എന്നാൽ ഇത് എത്രത്തോളം ശരിയാണെന്ന് ആലോചിക്കുമ്പോ ആരായി ശരിയും തെറ്റും തീരുമാനിക്കുന്നത്? നാട്ടുകാരോ അതോ നമ്മളോ? എന്റെ പെണ്ണെ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിനക്കെന്നെയും. അതിലും വലിയ ശരി നമുക്ക് വേണ്ട. എന്ത് പറഞ്ഞാലൊരു ഉത്തരവുണ്ടല്ലോ. വിനോദ്, സ്വന്തമെന്ന് കരുതിയതെല്ലാം നഷ്ടപ്പെട്ടവളാണ് ഞാൻ. എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ചോദിക്കാനും പറയാനും എനിക്കാരുമില്ല. എന്റെയും നില അത് തന്നെയാ. ഓർമ്മ വെച്ചപ്പോൾ ഞാൻ കോൺവെന്റിലാ. അമ്മ മരിച്ചത് ഒരു കത്ത് മുഖേന അറിഞ്ഞത്. അന്ന് ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് കരഞ്ഞു. കച്ചവടത്തിന്റെ പുതിയ പുതിയ സാമ്രാജ്യങ്ങൾ കൈയടക്കുന്ന തിരക്കിലായിരുന്നു എൻ്റെ അച്ഛൻ. മണി ഓർഡർ മാത്രം മുടങ്ങാതെ എത്തും. സ്നേഹമെന്നത് എനിക്ക് ഇന്നു വരെ കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പോഴത് കിട്ടി. ദാ ഇവിടുന്ന്. ഇനി നമ്മൾ പിരിയരുതേ.